ഹായ് ഓൾ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം നമ്മൾ മഞ്ഞൾ വറുക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ. മഞ്ഞൾ കഴിഞ്ഞ വർഷം നട്ടതാണ്. അവിടെ ഇവിടെയൊക്കെ ആയിട്ടുണ്ട് മഞ്ഞൾ. അപ്പോൾ പറിച്ചെടുക്കണം കേട്ടോ. ഈ വർഷം മഞ്ഞൾ പറിച്ചിട്ടില്ല, ഏകദേശം പറിക്കാനായിട്ടുണ്ട്. ഭാഗത്ത് മഞ്ഞൾ പറിക്കാൻ വേണ്ടി പോയപ്പോൾ ഉമ്മ പറഞ്ഞു അവിടെ പറിക്കണ്ട, അത് കഴിഞ്ഞ കൊല്ലം നട്ടതാണ് കേട്ടോ. അപ്പോൾ ഇത് ഇക്കൊല്ലം അല്ല, കഴിഞ്ഞ 2 കൊല്ലം മുമ്പ് നട്ടതാണ് ഈ ഒരു മഞ്ഞൾ കേട്ടോ. അപ്പോൾ അവിടെ പറിച്ച് നോക്കുമ്പോൾ അത്യാവശ്യം മഞ്ഞളുണ്ട്. അപ്പോൾ ഇതിൽ പറിച്ച് നോക്കുമ്പോൾ വലിയ മഞ്ഞൾ ഇല്ല കേട്ടോ, കുറവാണ്. പിന്നെ നമ്മളെ വീട്ടാവശ്യങ്ങൾക്കൊക്കെ ആവശ്യത്തിനുള്ള മഞ്ഞൾ കിട്ടും കേട്ടോ. പിന്നെ നമ്മളെ താത്തമാരോടുക്കും എല്ലാവർക്കും കൊടുക്കാനില്ല മഞ്ഞൾപ്പൊടി അത്യാവശ്യം കിട്ടും. നമ്മൾ ഉണക്കി പൊടിച്ചതിന് ശേഷം അവർക്ക് കൊടുക്കലാണ് കേട്ടോ. പിന്നെ എന്താ, റമദാനൊക്കെ ആയി വരില്ല, അപ്പോഴേക്കും നമ്മൾ കുറച്ച് മഞ്ഞളൊക്കെ പൊടിച്ച് വെച്ചാൽ നമുക്ക് മില്ലിൽ നിന്ന് പോയി ഒന്നും വാങ്ങേണ്ട ആവശ്യമില്ലല്ലോ. പിന്നെ ഇവിടെ അധികം മഞ്ഞൾ ഇങ്ങനെ പൊടിച്ചുണ്ടാക്കലാണ് കേട്ടോ. മീൻ വണ്ടി പച്ചക്കറി വണ്ടി ഒന്നിച്ച് വന്നിട്ടും കേട്ടോ. അപ്പോൾ മീൻ വാങ്ങണം, പച്ചക്കറി എന്തെങ്കിലുമൊക്കെ വാങ്ങട്ടെ കേട്ടോ. അഞ്ച തയ്ക്കാനോ ഒന്ന് കാട്ടൊന്നുമില്ല. കുട്ടിനെ തൊട്ടാ കടിക്കും. കപ്പ വാങ്ങണ്ടോ? കപ്പ ആണോ? എത്ര കിലോന്? 3 കിലോ 100. എത്ര തക്കാളി? 1 കിലോ. ഞാൻ പാത്രം ചെറിയ കവർ എടുത്തോ. എനിക്ക് 3 കിലോ പോള നല്ല എടുക്ക്. നല്ലതാണ് തിന്നിട്ട് പറഞ്ഞാൽ മതി. ഞാൻ ഇന്ന് നടാടൊന്നും വരലുണ്ട്, അതിനൊക്കെ ബേജാറാണ്. നടാടെ വരുന്ന ആൾക്കാരാണെങ്കിൽ ശരി, ഓലി ഇങ്ങനെ ഏമാത്തുന്നൊക്കെ പറയാം. പച്ചക്കറി വണ്ടിയിൽ കപ്പ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കപ്പ കണ്ടപ്പോൾ വാങ്ങി. അപ്പം മീനും ഉണ്ടല്ലോ, അപ്പം മീൻ കറിയും വെക്കാൻ വേണ്ടി 4 മണിക്ക് മക്കൾസ് വരുമ്പോഴേക്കും മീൻ കറിയും കപ്പയും വെക്കാൻ വേണ്ടിയിട്ടോ. കുളിയൊക്കെ കഴിഞ്ഞ് നമ്മൾ ചോറുണ്ണലൊക്കെ കഴിഞ്ഞ് ഒരു 3 മണിയൊക്കെ ആയപ്പോൾ നമ്മൾ കപ്പക്കില്ല വെള്ളം വെച്ചിട്ടോ. അപ്പോൾ മക്കൾസ് വരാനാകുമ്പോഴത്തേനും കപ്പ വേവിച്ചെടുക്കുക. അപ്പോൾ കപ്പക്കില്ല വെള്ളമൊക്കെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കാൻ വേണ്ടി പോവുകയാണ്. ഞാനൊന്ന് കുറച്ച് നേരം കിടന്നുട്ടോ. അപ്പോഴേക്കും നമ്മൾ കപ്പൊക്കെ വെന്ത് റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഉമ്മ ഇറക്കി വെച്ചിരുന്നു കേട്ടോ. അപ്പോൾ മീൻ കറി ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്, നാത്തൂന് വെച്ചതാണ് കേട്ടോ. അങ്ങനെ മക്കൾസൊക്കെ വന്നപ്പോൾ വാഴൻ്റെ ഇല പറിക്കാൻ വേണ്ടി പോയിട്ടുണ്ട് മോനൂസ്. അപ്പോൾ കുറേ നേരമായിട്ട് അവനിങ്ങനെ മെനക്കെട്ട് കൊണ്ടിരിക്കണ്. ഏതാ പറിക്കുക പറഞ്ഞിട്ട്. അപ്പോൾ ഒന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അവനെ പറിച്ചും കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ വാഴയിലൊക്കെ ഒന്ന് മുറിച്ച് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മോനൂസ് അതൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി കൊണ്ടുവന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പം അത് ഓരോന്നായിട്ട് വെച്ച് കൊടുക്കാൻ കേട്ടോ. അപ്പം മക്കൾസിന് എല്ലാവർക്കും വിളമ്പി വെച്ചാൽ അപ്പോൾ ഓരോരുത്തരായിട്ട് അങ്ങനെ കഴിച്ചോളൂ കേട്ടോ. അപ്പോൾ ചൂടോടെ നമ്മൾ വിളമ്പാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ നല്ല ചൂടും പിന്നെ എന്താ പറയുക, നല്ല വാഴൻ്റെ ഇലേൻ്റെ മണം ഒക്കെ പാടാകുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. അങ്ങനെ ഇതാക്കണ ഓരോന്നായിട്ട് വിളമ്പി എടുക്കാൻ വേണ്ടി പോവാണ്. മീൻകറി വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ മക്കൾസ് കഴിക്കട്ടെ, അതിൻ്റെ ഒപ്പം നമ്മളും കഴിക്കാട്ടോ. അപ്പോൾ അവർ കഴിച്ചും കൊണ്ടിരിക്കുകയാണ്. Punya
വെക്കടാ. ചൂട് കപ്പയും മീൻകറിയും പിന്നെ വാഴയിലേൻ്റെ ടേസ്റ്റും ഒക്കെ പാടെ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഇവിടെ കപ്പക്ക് പൂള എന്നാണ് പറയൽ. ഈ പറഞ്ഞിട്ടില്ലെങ്കിലോ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഈ കപ്പ പറയുന്നത് കേട്ടോ. അപ്പോൾ ഇവിടുത്തെ ഭാഷ അധികം പൂള എന്നാണ് പറയൽ കേട്ടോ. അങ്ങനെ അടിപൊളിയായിട്ടുണ്ട്. ഏതായാലും ഇന്നത്തെ വീഡിയോ ഇത്രക്കുള്ളൂ. ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ടാറ്റാ.